നമസ്കാരം. ഒരു ഇഞ്ച് ഭൂമിയില്ലാതെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ കെഞ്ചുന്ന എത്രയോ ജീവനുകളെ നാം നമ്മുടെ കണ്ണു മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് അവകാശപ്പെട്ട ഭൂമികൾ പോലും ലഭിക്കുന്നില്ല എന്ന ഒരു സത്യവും അവിടെ അവശേഷിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഉപ്പള ഐല മൈതാനിയിലെ 6 ഏക്കർ 45 സെന്റ് ഭൂമിയിൽ അവകാശവാദവുമായി വന്ന സംഘപരിവാറിന് 3 ഏക്കർ ഭൂമി പതിച്ചു നൽകാൻ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഭരണസമിതി തയ്യാറായത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിനെ ഇരയാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഐല മൈതാനത്തെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു RSS അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ. അതിനുവേണ്ടി പല രീതിയിലുമുള്ള അണിയറ കച്ചവടങ്ങൾക്കും പ്രതിഷേധ രീതികൾക്കും ഐല മൈതാനത്തെ അവർ ഉപയോഗിച്ചിട്ടുമുണ്ട്. കൃത്രിമമായ ചില കെട്ടുകഥകൾ കൊണ്ടും ഐല മൈതാനത്തെ ക്ഷേത്രഭൂമിയാണെന്നവരെ അവർ വാദിക്കാനും ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ചില വസ്തുതകൾ ഉപയോഗിച്ച് ഐല മൈതാനിയിൽ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരികയുമുണ്ടായി. പൊതുസ്ഥലങ്ങൾ ആരാധനാലയങ്ങൾക്ക് നൽകുന്നതിന്റെ വസ്തുത ചോദ്യം ചെയ്ത് സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് 26/11/2018 മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന സാധാരണ യോഗത്തിൽ ഈ വിഷയം തീരുമാനിച്ചു എന്ന നീക്കങ്ങൾ ഉണ്ടായത്. എന്നാൽ പഞ്ചായത്ത് പുറത്തുവിട്ട മീറ്റിംഗ് നോട്ടീസിൽ ചർച്ച ചെയ്യാനെടുത്ത 14 വിഷയങ്ങളിൽ എവിടെയും ഐല മൈതാനിയിലെ 3 ഏക്കർ ഭൂമി മലബാർ ദേവസ്വം ബോർഡിന് പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവും സൂചിപ്പിച്ചിരുന്നില്ല. എന്നാൽ ആ യോഗത്തിലെടുത്ത തീരുമാനത്തിൽ 3 ഏക്കർ ഭൂമി മലബാർ ദേവസ്വം ബോർഡിന് വീതിച്ചു നൽകുന്നതിന് യോഗം അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അതിലുള്ളത്. അതായത് 26/11/2018 മീറ്റിംഗ് നോട്ടീസിലെ ആലോചന വിഷയത്തിൽ ഇല്ലാത്ത കാര്യം യോഗം കഴിഞ്ഞ തീരുമാനത്തിന്റെ ഭാഗമായത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ ഉദിക്കുന്നുണ്ട്. നിലവിൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പോലും വാടക കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ 3 ഏക്കർ ഭൂമി മലബാർ ദേവസ്വം ബോർഡിന് വീതിച്ചു നൽകിയതിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഈ വിഷയം പഞ്ചായത്ത് എടുത്ത തീരുമാനം ജനവികാരത്തിന് എതിരായുള്ള തീരുമാനമാണ്. തികച്ചും ഒരു വിഭാഗത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്. നിലവിൽ ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കെ ആ കേസ് കോടതിൻ്റെ പരിഗണനയിലിരിക്കെ തന്നെ പഞ്ചായത്ത് വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ എടുത്ത തീരുമാനം തികച്ചും ജനവിരുദ്ധമാണ്. സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകർ നിരന്തരം അക്രമങ്ങൾക്ക് വേദിയാക്കുന്ന ഐല മൈതാനം പലപ്പോഴും നിയമ നടപടികൾക്ക് വിധേയമായിട്ടുണ്ട്. അണിയറയിലെ സംഘപരിവാർ നീക്കത്തിന് ക്ഷേത്രത്തിന്റെ മറ പിടിച്ച് 3 ഏക്കർ ഭൂമി നൽകാൻ തീരുമാനമായത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. മലബാർ ദേവസ്വം ബോർഡിന് 3 ഏക്കർ ഭൂമി നൽകുന്നതിനോടൊപ്പം 1 ഏക്കർ ഭൂമി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നതിനും 1.5 ഏക്കർ ഭൂമി താലൂക്ക് ഓഫീസ് നിർമ്മിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ ഈ വിഷയം വേണ്ടപ്പെട്ട അധികാരികൾ ചർച്ച ചെയ്ത് ന്യായമായ തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ചിലർ അതിനെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം തികച്ചും അപക്വമാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ കിടക്കുകയാണ്. രണ്ടാമത്, ഈ സ്ഥലം തികച്ചും പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗ്രേസി ലാൻഡ് ആയിരിക്കെ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം വീതിച്ചു കൊടുക്കും. അതിലുള്ള അനൗചിത്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉപ്പള കേന്ദ്രീകരിച്ച് ആസ്ഥാനമായി പഞ്ചായത്ത് താലൂക്ക് ഓഫീസ് നിലവിൽ വന്നിട്ടുണ്ട്. താലൂക്ക് ആസ്ഥാനമായി ഉപ്പളയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ താലൂക്കിൻ്റെ വിവിധ സമുച്ചയങ്ങൾക്ക് സ്ഥല പരിമിതികൾ ഉണ്ടായിട്ടും അത്തരത്തിലേക്കൊന്നും പരിഗണിക്കാതെ ഭീമമായ ഇത്തരം സ്ഥലം 3 ഏക്കറോളം സ്ഥലം ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നത് ശരിയായ നടപടിയല്ല. ഇത്തരത്തിൽ അവരതിന് പറയുന്ന ന്യായം, അവർ ഒരുപാട് വർഷങ്ങളായി അവിടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, മറ്റു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഇവിടുത്തെ മറ്റ് രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ള, ഇത്തരത്തിൽ ആശങ്കയുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പഞ്ചായത്തുമായി ഭരിക്കുന്ന പാർട്ടിയും ഇടപെട്ടുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ച് അതിലുള്ള അഭിപ്രായം തേടുന്നതിന് പകരം പിൻവാതിലൂടെ രഹസ്യമാക്കി
കൃത്യമായ അജണ്ട പോലുമില്ലാതെ പഞ്ചായത്ത് ബോർഡ് കൂടിക്കൊണ്ട് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് ശരിയല്ല. ഈ തീരുമാനത്തിനെതിരെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ തീരുമാനത്തിനെതിരാണ്. ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും അമ്പലത്തിനോ പള്ളി കമ്മിറ്റിക്കോ വീതിച്ചു കൊടുക്കാനല്ല പൊതുസ്ഥലം ആവശ്യപ്പെടേണ്ടത്. പൊതുസ്ഥലം എന്നുള്ളത് പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ആ രീതിയിലേക്ക് ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. എന്തിനാണ് ആരാധനാലയങ്ങൾക്ക് പൊതുസ്ഥലങ്ങൾ വിട്ടു നൽകുന്നത്? നിലവിൽ സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ പണിയാൻ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.